ദൈവനാമം മഹത്വപ്പെടട്ടെ. 45ാമത് വാർഷിക കൺവെൻഷനാണ് ഇന്നലെ മുതൽ ആരംഭിച്ച് 6-ാം തീയതി അവസാനിക്കുന്നു. വാസ്തവത്തിൽ ദൈവാനുഗ്രഹങ്ങളാൽ നിറയുന്ന ഒരു ആരാധനയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ദാസ് ബ്രദറും കുടുംബവുമായിരുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ മാത്യുവിൻ്റെ സാക്ഷി ഹൃദയസ്പർശിയായ അനുഭവത്തിൽ നിന്ന് പ്രതിധ്വനിച്ചതായ ഒരു സാക്ഷ്യമാണ്. ഇവിടെ മകനെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, അനുഗ്രഹങ്ങളാൽ ദാസ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് കഷ്ടത വരുന്നത് അനുഗ്രഹമാണ്, അതുമല്ല ദൈവത്തെ അറിയുവാൻ വേണ്ടിയാണ്. ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ദിവസത്തെ ചിന്ത നാം ശ്രമിച്ചത്. ഇനി നടക്കേണ്ടുന്ന ഓരോ ദിവസവും ദൈവ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ പ്രാർത്ഥനാലയത്തിൻ്റെ രക്ഷാധികാരിയുമായിരിക്കുന്ന ശ്രീ ഗവർണർ സാർ അവരുടെ, വേദിയിലായിരിക്കുന്ന അനിയച്ചൻ ദാസ് ബ്രദർ, ലാലു ബ്രദർ, പ്രതാപൻ, അലക്സ്, നേരത്തെ സാക്ഷ്യം പറഞ്ഞ പ്രിയ സഹോദരൻ, എല്ലാം കടന്നു വന്ന എല്ലാ ദൈവവിശ്വാസികൾക്കും വീണ്ടും എല്ലാ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു. ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്ന ചിന്ത, ഒരുപക്ഷെ വേദഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. സാറ് മനസ്സിലാക്കി. കാരണം പാടിയപ്പോൾ വാസ്തവത്തിൽ ദൈവത്താൽ നിറഞ്ഞതായ ഒരു പാട്ടായിരുന്നു. ദൈവം തിരഞ്ഞെടുത്തു കൊടുത്ത പാട്ടാണ്. കാരണം ദൈവത്തെ ഏതെല്ലാം തരത്തിൽ വർണ്ണിക്കുവാൻ പറ്റും, ആ എല്ലാ ആശയങ്ങളും ആ പാട്ടിലുണ്ട്. വാസ്തവത്തിൽ ഇനി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത് തന്നെ എൻ്റെ സ്വന്തം ചിന്തയിലല്ല. ഞാനിങ്ങനെ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ ഇങ്ങനെ ഏത് വിഷയം തിരഞ്ഞെടുക്കണം എന്നുള്ളതിന് വ്യാകുലപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന വിഷയമാണ് ദൈവ സ്നേഹത്തെക്കുറിച്ച് പറയാൻ. എൻ്റെ മനസ്സിൽ തോന്നി. വാസ്തവത്തിൽ അത് തന്നെയാണ് ഇന്ന് പാട്ടിലൂടെ സംഭവിച്ചത്. നമ്മളാരും ഇത് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടല്ല അവൻ പാടിയതും ഞാൻ ഈ വിഷയം എടുത്തത്. അതാണ് ദൈവത്തിൻ്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ദൈവ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുക. സ്നേഹസമ്പൂർണതയിൽ നിറഞ്ഞു നിൽക്കുന്നതും സകലത്തിൽ സ്നേഹത്താൽ നിബിഡമായി പൂർണ്ണത ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കടമയും കർത്തവ്യവും കാഴ്ചപ്പാടും ലോക ജനതയ്ക്ക് വിളമ്പിക്കൊടുക്കുന്നതും
സ്നേഹം കൊണ്ട് കരുതലിൻ്റെയും കരുണയുടെയും സാന്ത്വനത്തിൻ്റെയും വിത്ത് വിതറിക്കൊണ്ട് ഈ ലോക ജനതയെ സ്നേഹത്തിലൂടെ നടത്തുകയും ചെയ്തു. ദൈവസ്നേഹത്തിൻ്റെ നടത്തിപ്പ് വാസ്തവത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഉടമകളായി തീരുവാൻ അങ്ങ് ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എഫെസ്യർ 2:4-5 കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവം വാസ്തവത്തിൽ മഹാസ്നേഹത്തെയാണ് ദൈവം നമുക്ക് ഈ ലോകത്ത് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ സാക്ഷികളെല്ലാം പല ദിവസവും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എങ്കിലും ഇന്ന് വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കുടുംബമായി വരാൻ സാധിക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും ദൈവ നടത്തിപ്പ് അതായിരുന്നു. പ്രത്യേകിച്ച് അമ്മയുമൊക്കെ വരുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. കഴിഞ്ഞ 29-ാം തീയതി മുമ്പേ ഇപ്പോൾ ക്ഷീണത്തിലൊക്കെ ആയിരുന്നു. പക്ഷേ 29-ാം തീയതി സാറ് വന്ന ഭവനത്തിൽ ഒരു ഭവന പ്രാർത്ഥനയൊക്കെ നടത്തി അമ്മച്ചി ഒന്ന് സ്ട്രോങ് ആക്കി. വാസ്തവത്തിൽ അതിനുശേഷം അവർക്ക് ബലവും ശക്തിയൊക്കെ കൊടുത്തു. കഴിഞ്ഞ ദിവസവും വരണമെന്ന് വലിയ ആവേശത്തിലൊക്കെ നിന്നു. പക്ഷേ എങ്കിലും നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് ഒന്നില്ല, എങ്കിലും ഇന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ വലിയ മാതാവ് ഒത്ത് നമുക്കിന്ന് ആയിരിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കട്ടെ. സാറിൻ്റെ പ്രാർത്ഥനയ്ക്കും ദൈവകൃപ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞുകൊള്ളട്ടെ. ദൈവസ്നേഹമെന്ന് പറയുന്നത് മഹാസ്നേഹം. ഈ മഹാസ്നേഹമെന്ന് പറയാൻ നമുക്ക് എങ്ങനെ വാക്കുകൾ കിട്ടുമെന്ന്, അതായത് വർണ്ണിക്കുവാൻ ഏതൊക്കെ തരത്തിലുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ആശങ്കയുണ്ട്. അത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിലേക്ക് തന്നിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് നിർവചിക്കുവാൻ പറ്റാത്തതായ സ്നേഹമാണ് ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. അതിൻ്റെ വ്യാപ്തിയും അതിരുകളും അതിവിശാലമാണ്. എത്രത്തോളം വലുതെന്ന് വർണ്ണിക്കുവാൻ അവർണ്ണനീയമായ ആ ഒരു സ്നേഹമാണ് നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആണ് നാം ഓരോരുത്തരും ഇവിടെ കടന്നു വന്നതും ദൈവചിന്തയും ആയിരിക്കുന്നത്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചു എങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. ദൈവം എവിടെയാ കടന്നു വരുന്നത്? സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം. നാം അന്യോന്യം സ്നേഹിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അവിടെ തിരിച്ചറിയുന്നു. അവിടെയുള്ള കളങ്കങ്ങൾ മാറ്റി സ്നേഹത്തിൻ്റെതായ ഒരു കൂട്ടായ്മ ആ അന്യോന്യം സ്നേഹിക്കുമ്പോൾ ഉണ്ടാകും. വ്യക്തിപരമായി പറഞ്ഞാൽ നാം ഓരോരുത്തരും നമ്മെ തന്നെ സ്നേഹിക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നാം അത്രത്തോളം തുനിയാറില്ല.
കർത്താവ് നമ്മെ പഠിപ്പിച്ചത് അന്യോന്യം സ്നേഹിക്കുക. അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നാം അവിടെ രുചിച്ചു. സ്നേഹസമ്പന്നനായ ദൈവം കാണുന്നതും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. പരസ്പരം സ്നേഹത്തിൽ വസിക്കുക, സ്നേഹത്തിൽ കരുതുക, സ്നേഹത്തിൽ മുന്നേറുക. അതാണ് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ കർത്താവിൻ്റെ സ്നേഹം. യോഹന്നാൻ 3:16 കാണുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവിടെയാണ് സ്നേഹം. അല്ലാതെ ഏകജാതന പുത്രനല്ല സ്നേഹിച്ചത്, ലോകത്തെ ദൈവം സ്നേഹിച്ചു. ആ പുത്രനിലൂടെ ലോകം തിരിച്ചു. ദൈവത്തിൻ്റെ ആളത്വത്തെയാണ് വിശേഷിപ്പിക്കുന്നത് സ്നേഹം. സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപ ഓരോ ദിനവും നമ്മോട് കൂടെ ഉണ്ടായി നമ്മൾ വഴി നടക്കുന്നു. 1 യോഹന്നാൻ 4:7-8 പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അവിടെയാണ് സ്നേഹിക്കാത്ത ഒരു വ്യക്തിയും ദൈവത്തെ അറിയത്തില്ല. ഒരുപക്ഷേ ഈ വിഷയം എനിക്ക് വേണ്ടിയായിരിക്കാം, അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ആർക്ക് വേണ്ടിയാണ് പറയുന്നതിന് പറയാൻ വേണ്ടി തന്നതെന്ന് കർത്താവിന് മാത്രമേ അറിയാവൂ. ആരായിരുന്നാലും അത് സ്നേഹിക്കുക. കാരണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയത്തില്ല. ഈ ലോകത്ത് പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നില്ല. കുടുംബത്തിലെ വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ പരസ്പരം വീറോടും വാശിയോടും നിൽക്കുന്ന അവസ്ഥകൾ. കുടുംബ ബന്ധങ്ങൾ എന്തുമാത്രം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുടുംബ ബന്ധം തുടങ്ങി ഒരു 3 വർഷത്തിനകം സർവേ പഠിപ്പിക്കുന്നതാണ്. 3 വർഷത്തിനകം എത്രയോ കുടുംബ ജീവിതങ്ങൾ നശിച്ചു പോകുന്നു. അതിനകത്ത് സംഭവിക്കേണ്ടുന്നതെല്ലാം സംഭവിക്കുകയാണ്. ഒരു 7 വർഷം കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തട്ടിമുട്ടിയാൽ പോകും. പക്ഷേ അതിന് താഴോട്ട് വരുന്ന കാലഘട്ടത്തിലാണ് വ്യക്തി ജീവിതങ്ങളെ തിരിച്ചറിയാതെ, കുടുംബത്തിലെ വ്യക്തികളെ സ്നേഹിക്കാതെ കുടുംബം അതപതിച്ചു പോകുന്ന ഒരവസ്ഥ. കാപട്യം നിറഞ്ഞ സ്നേഹത്തിലാണ് നാം പലപ്പോഴും ശ്രദ്ധ വയ്ക്കാറ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കാം. യൗവന കാലഘട്ടത്തിൽ നാം ഓടി നടന്നതൊക്കെ ആയിരിക്കാം. പക്ഷേ അതല്ല. കർത്താവ് ആത്മാർത്ഥതയോടുകൂടി നമ്മെ സ്നേഹിക്കുന്നു. 1 കൊരിന്ത്യർ 13:13 ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അവിടെയും സ്നേഹമാണ് വലുത്. കാരണം ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്തീയ സമൂഹം നിൽക്കുന്നത് വിശ്വാസത്തിലൂടെയാണെന്ന് നാം പഠിക്കാറില്ല. അതിനപ്പുറമായി പ്രതീക്ഷകളോടുകൂടി പ്രത്യാശയുടെ ജീവിതം, ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കാറില്ല. പക്ഷേ ഇതിനപ്പുറമായി മറ്റൊന്നുണ്ട്, സ്നേഹം. അതാണ് പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 സ്നേഹം തന്നെയാണ്. സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട്. കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെ വക്താക്കളായി
ഓരോരുത്തരും മാറുകയാണെങ്കിൽ വാസ്തവത്തിൽ ദൈവത്തെ നമുക്ക് തിരിച്ചറിയുക, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുക, ദൈവത്തെ ഹൃദയത്തോട് സ്വീകരിച്ച് ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സങ്കീർത്തനം 146:8 അതിൻ്റെ അവസാനം യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. അവിടെയും ഒരു വിശേഷം, യഹോവ സ്നേഹിക്കുന്നത് ആരെയാണ്? നീതിമാന്മാരെ. അല്ലാതെ സമൂഹത്തിൽ വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളല്ല, നീതിമാന്മാരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. താഴോട്ട് നാം ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹം 3 തലങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതായത് 3 കാറ്റഗറിയായി തിരിച്ച്. ഒന്നാമതായി നിരുപാധിക സ്നേഹം. ഒരു ഉപാധിയുമില്ലാതെ ദൈവം നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഒരുപക്ഷേ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പരിഗണിക്കാതെ, ഒരു വ്യവസ്ഥയും ദൈവം പറയാതെ, ഉപാധികളൊന്നും കൊണ്ടുവയ്ക്കാതെ എല്ലാ വ്യക്തികളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 2026 വർഷം കാണുവാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഈ 2026 രണ്ടാമത്തെ ദിനത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരം തന്നതും അതുകൊണ്ട് തന്നെയാണ്. മനുഷ്യരോടുള്ള അനുകമ്പയും കരുണയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവരെ താങ്ങുവാൻ, മറ്റുള്ളവരെ കരുതുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വരുന്നത് ദൈവസ്നേഹം കടന്നു വരുമ്പോഴാണ്. 1 യോഹന്നാൻ 3:1 നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവമക്കളെന്ന് വിളിക്കുവാനാണ് നമുക്ക് സ്നേഹത്തെ നൽകി, സ്നേഹത്തെ മനസ്സിലാക്കുവാനുള്ള അവസരം നൽകിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 7:8 യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ട് മാത്രമേ സ്നേഹത്തെ ഉപാധികളൊന്നുമില്ലാതെ ദൈവസ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. റോമർ 5:8 ക്രിസ്തു നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള വ്യവസ്ഥകളുമില്ലാതെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, കരുണയും ക്ഷമയും പ്രദാനം ചെയ്യുന്ന സ്നേഹം. മനുഷ്യരുടെ ഇടയിൽ പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാറുണ്ട്. വ്യക്തി ജീവിതത്തിലായിരുന്നാലും, കുടുംബജീവിതത്തിലായിരുന്നാലും, സാമൂഹ്യ ജീവിതത്തിലായിരുന്നാലും പലതരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നു. അവിടെയെല്ലാം ക്ഷമിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യമാണ് നാം പലപ്പോഴും തിരിച്ചറിയുന്നത്. ആ വ്യക്തികളോട് കരുണ കാണിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് പൂർത്തിയാകുന്നത്. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും നോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആക്കി. പരസ്പരം ക്ഷമയോടും സ്നേഹത്തോടും മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. 1 കൊരിന്ത്യർ 13 4 മുതൽ 8 വരെ നോക്കുമ്പോൾ സ്നേഹവചനങ്ങളൊക്കെ കാണാം. എന്താണ് സ്നേഹത്തിൻ്റെ നിർവചനങ്ങൾ?
ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല. സ്നേഹത്താൽ നിറഞ്ഞ് വ്യക്തിജീവിതങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇരമ്യാവ് 31:3 നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കി. സമൂഹത്തെ നാം നോക്കാതെ നമ്മുടെ കർത്താവിനെ നോക്കി, നമ്മുടെ ദൈവത്തെ നോക്കി നാം മുന്നോട്ട് പോകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. 1 യോഹന്നാൻ 4:21 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കൽ ലഭിച്ചിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കാതെ, കൂടപ്പുറപ്പിനെ തിരിച്ചറിയാതെ, കൂടെ വസിക്കുന്നവരെ മനുഷ്യജീവിയായി കാണാതെ മൃഗമായി കാണുകയാണെങ്കിൽ വാസ്തവത്തിൽ അവിടെ സ്നേഹം ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം രുചിച്ചറിയുവാനും പറ്റാത്ത ഒരു തലത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് വാസ്തവം. മൂന്നാമത്തെ ആശയം രക്ഷാസ്നേഹം. മാനവരാശി പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ലോകരക്ഷകനായിട്ടാണ് ദൈവം ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രതിസന്ധികൾക്ക് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായിട്ടാണ് ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് രക്ഷാസ്നേഹം. ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, ജനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജനത്തെ പോറ്റിപ്പുലർത്തുന്നതിന് വേണ്ടി നേർവായി ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ വാസ്തവമായി ഇങ്ങനെ ഒരു ക്രിസ്തു ഭൂമിയിൽ വരികയോ ക്രിസ്തു സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന നാമധേയത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനോ സാധിക്കുന്ന ഒന്നല്ലായിരുന്നു. 1 യോഹന്നാൻ 4:9 ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോട് സ്നേഹം പ്രത്യക്ഷനായി സ്നേഹപ്രകടനം ദൈവം അവിടെ നടത്തുകയാണ്. വാസ്തവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ് ദൈവം യേശുവിനെ പ്രത്യക്ഷനായി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു അവസ്ഥ. യോഹന്നാൻ 16:27 നിങ്ങൾ എന്നെ സ്നേഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവ് സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. സദൃശവാക്യം 8:17 എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. വിശുദ്ധ സമൂഹത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ്, കളങ്കമില്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയാണ് തമ്പുരാനായ ദൈവം നമ്മെ സ്നേഹിച്ചത്. ഞാൻ ചുരുക്കമായി ദൈവം നമ്മെ സ്നേഹിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒരു പാലം വന്നാൽ അങ്ങോട്ടും പോകണം, ഇങ്ങോട്ടും പോകണം. അതാണ് അതിൻ്റെ ദൗത്യം. ദൈവം സ്നേഹിക്കുന്നത് മാത്രം നാം അനുഭവിച്ച് ഭൂമിയിൽ ജീവിച്ചിട്ട് ഒരു അർത്ഥമില്ല. അതിനപ്പുറമായി ദൈവത്തെയും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഇതാണ് നമ്മുടെ ദൗത്യം. സങ്കീർത്തനം 18:1 എൻ്റെ ബലമായ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇനി ദൈവത്തെ സ്നേഹിക്കേണ്ടുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താം. എൻ്റെ ബലമായ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും. ആവർത്തന പുസ്തകം 6:5 സൂചിപ്പിക്കുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും
പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. വീണ്ടും സൂചിപ്പിക്കുന്നുണ്ട് മത്തായി 22:37, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. മത്തായി സൂചിപ്പിക്കുന്നത് പൂർണ്ണ ആത്മാവോടും, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ആത്മാവ്, ഈ 4 കൂടി വരുമ്പോൾ മാത്രമേ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാനുള്ള ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കും, ഇംപ്ലിമെന്റ് ചെയ്യുവാൻ സാധിക്കും. ആ ദൈവത്തെ വാസ്തവമായി നാം സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. ദൈവസ്നേഹം, ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഒരുപക്ഷെ കുടുംബ ബന്ധങ്ങളിൽ കാണിക്കാം, വ്യക്തി ജീവിതങ്ങളിൽ കാണിക്കാം, സമൂഹത്തിൽ കാണിക്കാം, സമൂഹത്തിൽ സാക്ഷ്യമായി നമുക്ക് നിൽക്കാം. ദൈവം അത്താഴമായിട്ടാണ് നമ്മെ സ്നേഹിക്കുന്നത്. ഒപ്പം നാമും ദൈവത്തെ ആഴമായി സ്നേഹിക്കുവാനും ആഴമായി സ്നേഹിച്ച് അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ നാം ശ്രമിക്കണം എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത. ആവർത്തന പുസ്തകം 10:12 ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം 11:1, ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. എങ്കിൽ മാത്രമേ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുകയുള്ളൂ. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടുന്നത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ്. വാസ്തവത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനാലയം നിലനിൽക്കുന്നത്. ദൈവത്തെ സാക്ഷീകരിക്കുന്ന, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം വലിയവനെന്ന് എവിടെയൊക്കെ നമുക്ക് പറയുവാൻ സാധിക്കുന്നു, അതാണ് നമ്മുടെ വിജയം. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവം വലിയവനെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുക. 2 തെസ്സലോനിക്കർ 3:5, കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. 1 കൊരിന്ത്യർ 16:22, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. വാസ്തവത്തിൽ ഈ വാക്യം കഴിഞ്ഞ ദിവസം സാറിവിടെ സൂചിപ്പിച്ചു. 1 കൊരിന്ത്യർ 16:22 നിങ്ങളത് മനഃപ്പാഠമായി പഠിക്കുക. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നാം ഏത് തലത്തിലാണ് ചെന്ന് പറ്റേണ്ടത്? ശപിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിലാണ്, ദൈവസ്നേഹത്തിൻ്റെ പത്താക്കളുടെ കൂട്ടത്തിലാണ് നാം തീരുമാനിക്കുക. ഈ രാത്രി അതിഭയങ്കരമായ ഒരു രാത്രിയാണ്. അത് ലളിതമാക്കി തരണമെങ്കിൽ കർത്താവ് വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമുക്ക് ഭവനങ്ങളിൽ ചെന്നെത്തണം, സുഖമായി നിദ്ര വേണം, കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധമായ അസ്വസ്ഥതകളും കൂടാതെ ഈ രാത്രി കഴിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മുടെ ആഗ്രഹം സാഫല്യമാകണം, അല്ലെങ്കിൽ ആഗ്രഹം നിറവേറണം. ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇണത്തിൽ പെടുകയാണോ, അതോ തിരിച്ച് ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിലാണ്? ഇത് നമ്മൾ തീരുമാനിക്കുക. യൂദയുടെ 21-ാമത്തെ വാക്യം, ആത്മീയ വർദ്ധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുണ്ട്. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. വാസ്തവത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കും. ഈ വലിയ മഹാസ്നേഹത്തെ തിരിച്ചു കളയാതെ, ഈ മഹാസ്നേഹത്തെ ഒരിക്കലും തള്ളിക്കളയാതെ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ, ഔദ്യോഗിക മേഖലകളിൽ, ഏത് മേഖലയിലായിരുന്നാലും
ആ ദൈവ സ്നേഹം വലുതാണെന്ന് എവിടെയൊക്കെ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നു. അതാണ് ഒരുപക്ഷെ നാം വിചാരിക്കും, ഈ അക്രൈസ്തവരുടെ സമൂഹത്തിൽ നാം ജീവിക്കാതെ എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ സാധിക്കും? നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ പ്രവൃത്തി, നിന്റെ നോട്ടം, നിന്റെ സംസാരം കാണുമ്പോൾ നിന്നിൽ ക്രിസ്തു ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം നാം രുചിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടുന്നതായ ഒരു സമയം അടുത്തിരിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചു, നാം ദൈവത്തെ സ്നേഹിക്കുക. നീ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചില്ല എന്നെ. നീ ജീവനെ തന്നെ സ്നേഹിച്ച ആഴമേ സ്നേഹിക്കും ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ. സ്നേഹിക്കും ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ. സ്നേഹിക്കും ഞാൻ നിന്നെ, സ്നേഹിക്കും ഞാൻ നിന്നെ, സ്നേഹിക്കും ഞാൻ വയ്ക്കായെന്നും എന്റെ കരനെ ഞാൻ സ്നേഹിക്കും. സ്നേഹിക്കും ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ. സ്നേഹിക്കും ഞാൻ നിന്നെ എൻ ജീവനേക്കാളും യേശുവേ. ഈ സ്നേഹത്തിൽ നിറഞ്ഞു മുന്നോട്ട് പോകുക.